നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അലാസ്കയിൽ വെച്ച് നടന്ന ട്രംപ് പുടിൻ മീറ്റിംഗ് മറ്റത്ഭുതങ്ങളൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താനാകാതെ പിരിഞ്ഞു. യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ സമാധാന ചർച്ചകൾ ഇവിടെ ഒരു നോ ഡീലിൽ അവസാനിച്ചുവെങ്കിലും ഒരു പോസിറ്റീവായ തുടക്കം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കഴിഞ്ഞ രാത്രി ഈ ഈവന്റുകളിലേക്ക് ഉറ്റുനോക്കിയിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ റഷ്യൻ വിദേശകാര്യമന്ത്രി ലവ്റോവിനെ TV സ്ക്രീനിൽ കണ്ടപ്പോഴേ ഒരു കാര്യം ഉറപ്പായി, കാര്യങ്ങളൊന്നും ഇവിടെ ഒരു തീരുമാനത്തിലും എത്താൻ പോകുന്നില്ല. കാരണം ഇദ്ദേഹത്തിന്റെ വേഷഭൂഷാദികൾ തന്നെയാണ്. അദ്ദേഹം ധരിച്ചിരിക്കുന്ന ആ ടീഷർട്ടിനെ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ എഴുതിയിരിക്കുന്നത് റഷ്യൻ ഭാഷയിൽ USSR എന്നാണ്. USSR എന്നാൽ നിങ്ങൾക്കറിയാം, ആർട്ടിക്, അറ്റ്ലാന്റിക്, പസഫിക് ഓഷ്യനുകളെ തൊട്ടുരുമി യൂറോപ്പിന്റെ ഹൃദയം വരെ ചെന്ന് നിന്നിരുന്ന ആ പഴയ സോവിയറ്റ് യൂണിയൻ. റഷ്യൻസ് ഈ ഒരു മൈൻഡ് സെറ്റോടുകൂടി USSR ഇപ്പോഴും ജീവിക്കുന്നു എന്ന സന്ദേശത്തോടുകൂടിയാണ് മീറ്റിംഗിന് വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ നടന്നേക്കാമെന്ന ആ ഒരു പ്രതീക്ഷയും അവിടെ അവസാനിച്ചു. എന്നാൽ മീറ്റിംഗിന് ശേഷം ഇരു നേതാക്കളും വളരെ സന്തോഷവാന്മാരായി കാണപ്പെട്ടു, എസ്പെഷ്യലി ട്രംപ്. കാരണം ഇതിനകം പുടിൻ ട്രംപിന്റെ സ്ട്രാറ്റജിയേക്കാൾ അധികം ട്രംപ് എന്ന മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. നമുക്കിവിടെ കാണാം പുടിന്റെ ആ പ്രസ്താവന. ഒരുപക്ഷെ ട്രംപ് ആയിരുന്നു പ്രസിഡന്റ് എങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം ഒരിക്കലും ആരംഭിക്കില്ലായിരുന്നു എന്ന്. ആൽഫാമയിൽ ഹാൻഡ്ഷേക്കും ഡോമിനേറ്റിംഗ് ബോഡി ലാംഗ്വേജും ശക്തി പ്രദർശനത്തിനായി ബോംബർ വിമാനങ്ങളെ പറത്തിയുമൊക്കെ അനവധി നമ്പറുകൾ കയ്യിൽ വെച്ചുകൊണ്ടുപോയ ട്രംപിന്റെ ഈഗോയെ ഒറ്റ നിമിഷം കൊണ്ട് പുടിൻ അവിടെ അലിയിച്ചു കളഞ്ഞു. ട്രംപ് ആയിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഈ യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു എന്ന് കേട്ടതോടെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിനായി രായ്ക്ക് രാമാനം പരിശ്രമിക്കുന്ന ട്രംപ് വായുവിൽ അല്പം മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങി. നമുക്കറിയാം 2022 ജോ ബൈഡന്റെ സമയത്തായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ പൂർണ്ണ രീതിയിൽ ആരംഭിക്കുന്നത്. എന്നാൽ ഈ ഒരു ഒറ്റ പ്രസ്താവന കൊണ്ട് പുടിൻ ഇവിടെ ട്രംപിന്റെ ഈഗോയെ അല്പം സാറ്റിസ്ഫൈ ചെയ്യിച്ചുകൊണ്ട് തന്റെ നെറേറ്റീവ്സിനെ മുന്നോട്ട് വെച്ചു. പുടിൻ എന്താണോ ഈ മീറ്റിംഗിൽ തയ്യാറാക്കി കൊണ്ടുവന്നത് അതവിടെ എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു. യൂറോപ്യൻസിന് ഇക്കാര്യം നന്നായി അറിയാമായിരുന്നു. അവർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, സൂക്ഷിക്കണം, ഡോണ്ട് ബൈ റഷ്യൻ നെറേറ്റീവ്സ് എന്ന്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡീൽ മേക്കർ എന്ന് തന്നെത്താൻ അവകാശപ്പെടുന്ന ട്രംപ് അതും വാങ്ങി പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ചർച്ചകളുടെ പ്രഥമ ഘട്ടത്തിൽ തന്നെ ട്രംപ് പുടിന്റെ നെറേറ്റീവ്സിനെ ഇത്തരത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. പുടിൻ ഈ മീറ്റിംഗ് കൊണ്ട് എന്തായിരുന്നു ഉദ്ദേശിച്ചത് അതിവിടെ നടന്നിരിക്കുന്നു. അതിനാൽ നോക്കിക്കോ, വരാൻ പോകുന്ന മീറ്റിംഗുകളിലും അഥവാ ഒരു ഫൈനൽ ഡീൽ നടക്കുകയാണെങ്കിലും അത് തീർച്ചയായും റഷ്യയുടെ ഫേവറിലായിരിക്കും ഇനി നടക്കാൻ പോകുക. ഇരു നേതാക്കളും 3 മണിക്കൂറോളം ചർച്ച നടത്തി ഒരു തീരുമാനത്തിൽ എത്തിയില്ല എങ്കിലും ഇപ്പോൾ നടന്ന ഈ മീറ്റിംഗ് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നറിയണമെങ്കിൽ റഷ്യയുടെ തന്നെ ഈ വാക്കുകളെ ശ്രദ്ധിക്കണം. നൗ റഷ്യ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഗുഡ് ഡയറക്ട് കോണ്ടാക്ട്സ് വിത്ത് ട്രംപ്. ഇത് ഒരു വലിയ ബ്രേക്കിംഗ് ഐ സിറ്റുവേഷൻ ആയിരുന്നു. 2014 ക്രിമിയ കീഴടക്കിയപ്പോൾ മുതൽ പശ്ചിമ രാജ്യങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി റഷ്യയ്ക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വരികയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഒരു പ്രോപ്പർ മീറ്റിംഗ്, സമാധാന ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കുന്നത്. ഒരു കാര്യം പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എങ്കിലും അതിനായി സമാധാന ചർച്ചകൾക്കായി പുടിൻ അമേരിക്ക പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഇത് ഒരു വളരെ പോസിറ്റീവായ തുടക്കമാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയതോടെ ഇനി മുതൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പതിയെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകുന്നതായി കാണാം. ഒപ്പം അമേരിക്ക റഷ്യ ബന്ധവും റഷ്യയുടെ യൂറോപ്പുമായുള്ള ബന്ധങ്ങളും ഇനി പതിയെ ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് ഏവർക്കും തീർത്തും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകൂ, എസ്പെഷ്യലി യൂറോപ്പിന്. കാരണം റഷ്യയ്ക്ക് മേൽ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് യൂറോപ്പിനാണ്. അതുകൊണ്ട് മറ്റു തീരുമാനങ്ങളൊന്നും ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നോ ഡീൽ തന്നെയാണ്. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചർച്ചകൾക്കായി പുടിൻ അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ മീറ്റിംഗിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതേ തുടർന്ന് ഇനിയും സമാധാന ചർച്ചകളുടെ ഒരു പരമ്പര തന്നെ നടന്നേക്കാം. നമുക്ക് കാണാം, ഇതിന്റെ രണ്ടാം വട്ട ചർച്ചകൾക്കായി പുടിൻ ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. Again, Mr. President, I'd like to thank you very much, and we'll speak to you very soon and probably see you again very soon. Thank you very much, Vladimir. Next time in Moscow. Oh, that's an interesting one. I don't know. I'll get a little heat on that one, but I could see it possibly happening. Thank you very much. സാധാരണ വളരെ കുറച്ച് മാത്രമേ പുടിൻ ഇംഗ്ലീഷിൽ സംസാരിക്കാറുള്ളൂ. ഇവിടെ പുടിന്റെ പെട്ടെന്നുള്ള ഓഫറിന് മുന്നിൽ തെല്ലൊന്നു പരിഭ്രാന്തനായി എങ്കിലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ട്രംപ് മറുപടി പറയുകയാണ്. ട്രംപ് ഇത്തവണ അലാസ്കയിൽ വെച്ച് ബോംബർ വിമാനങ്ങളെ ഇത്തരത്തിൽ പറത്തി കാണിച്ചപ്പോൾ അടുത്ത തവണ മോസ്കോയിൽ വെച്ച് ചിലപ്പോൾ പുടിൻ ഒരു ബോംബ് അങ്ങിട്ട് കാണിക്കുമായിരിക്കും. ട്രംപിന്റെ ഈ പരിഭ്രമത്തിന്റെ കാരണം എങ്ങാനും അതായിരിക്കുമോ? ജസ്റ്റ് ജോക്കിംഗ്. എന്തൊക്കെയായാലും ഇതിന്റെ തുടർച്ചയായി ഇനിയും മീറ്റിംഗുകൾ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. ഇനി ഇതിന്റെയൊക്കെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിനെ പറ്റി, എസ്പെഷ്യലി നമ്മുടെ ഭാരതത്തിന്റെ കാര്യത്തിൽ എന്താകും ഇനിയുള്ള തീരുമാനം? നിലവിൽ ഇപ്പോൾ ട്രംപ് ഹാപ്പിയാണ്. അതുകൊണ്ട് മുൻപ് സൂചിപ്പിച്ചിരുന്ന എക്സ്ട്രാ താരിഫ് ഇനി ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തുമോ? അതോ ട്രംപ് ടാക്കോ ചിക്കൻ ഔട്ട് ചെയ്യുമോ? മാത്രമല്ല ഇതിന്റെയൊക്കെ ഇടയിൽ ചിലർ പറഞ്ഞു കേൾക്കാം, അലാസ്കയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അത് പുടിൻ അല്ല എന്ന്. പുടിന്റെ ഡബിൾ ബോഡിയാണ്. പുടിൻ ഒരിക്കലും ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊന്നും ഒരിടത്തും കാണിക്കാറില്ല എന്ന്. അതേപ്പറ്റിയെല്ലാം മാത്രമല്ല ട്രംപ് പുടിൻ മീറ്റിംഗിന്റെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിനെ പറ്റിയും നമ്മുടെ ഭാരതത്തെ എത്തരത്തിലാകും ഇതെല്ലാം ബാധിക്കുവാൻ പോകുക എന്നതിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയി നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്ത് ചർച്ച ചെയ്യാം. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരയ്ക്കും ഏവർക്കും ജയ് ഹിന്ദ്.